ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ കൊച്ചുങ്ങൾക്കുള്ള കോഫി ഒന്ന് തയ്യാറാക്കുന്നുണ്ട്. ചായ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുട്ട വാങ്ങിച്ചത് ഞാൻ മുട്ട ഇപ്പോൾ മുട്ടക്കാരൻ്റെ നിന്നല്ല വാങ്ങിച്ചത്. മുട്ടക്കാരൻ്റെ അടുത്ത് ചോദിച്ചണേ, മുട്ടക്കാരൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഈ ബ്രെഡും പാവൊക്കെ കൊണ്ടുവരുന്ന പുള്ളിക്കാരനോട് ചോദിച്ചണേ 260 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 260 30 മുട്ടയ്ക്ക് 260 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങ് 255 ആക്കി. അപ്പോൾ ഞാൻ റീച്ചാന് ഫോൺ ചെയ്തെന്ന് റീച്ച ഓഫീസിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ റീച്ചാൻ്റെ അടുത്ത് ചോദിച്ച്, റീച്ച ഇങ്ങനെ ഇവിടെ പുള്ളിക്കാരൻ 260 പറയുന്നു. റീച്ചാൻ പറഞ്ഞു ഞാൻ എന്നാൽ ഇവിടെ ഹോൾസെയിൽ അവിടെ ചോദിക്കട്ടെ, മുട്ടക്കടയിൽ ചോദിക്കട്ടെ. അപ്പോൾ മുട്ടക്കടയിൽ ചോദിച്ചോണ്ടേ 235 റീച്ചാന് കൊടുക്കാതെ. അപ്പം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ട്രേക്കകത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി പൂടെ അങ്ങനെയൊക്കെയുള്ള ഇത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ മുട്ടക്കാരൻ കൊണ്ടുവരുന്ന മുട്ടയ്ക്കകത്ത് അങ്ങനെ അഴുക്ക് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഈ കൊണ്ടുവന്ന നമ്മുടെ ഈ വീട്ടിൽ കൊണ്ടുവരുന്ന പുള്ളിക്കാരൻ്റെ മുട്ടയ്ക്കകത്ത് അങ്ങനെ അഴുക്കിയാനധികം ചിലതിലൊക്കെ ഉണ്ട്. ഇത് ഇത്തിരി അഴുക്കായതുകൊണ്ട് ഞാനതൊന്ന് കഴുകി ഇട്ട് ഉണങ്ങാൻ വെള്ളം വാലാൻ വെച്ചേക്കുമായിരുന്നു രാത്രി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാഞ്ഞത്. എന്നിട്ട് കഴുകി അത് വെള്ളമെല്ലാം വാങ്ങുന്ന ശരിയായിട്ട് ഞാനത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കിയല്ലേ. മുട്ട ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എനിക്കറിയാം ഈ പിള്ളേർക്ക് രാവിലെ ഇവർക്കിത് ഭയങ്കര ഇഷ്ടമായി പിള്ളേർക്ക് കേട്ടോ. മുട്ട ഇല്ലെങ്കിലും ഞാനതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് ഉരുളൻകിഴങ്ങ് ഇട്ടത്. പിറ്റേ ദിവസം ഇവർക്ക് ടിഫിന് വേണമെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഉരുളൻകിഴങ്ങ്, മുട്ട ഇല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് കൂട്ടി കഴിക്കാനും നല്ലതാണല്ലേ. അതുകൊണ്ട് ഞാൻ അവർക്കുള്ളത് ഉടനെ ഞാനൊരു വേറൊരു പാത്രത്തിൽ വെച്ച് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇപ്പോൾ രാവിലെ അതെടുത്തൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അന്നേരം കൊച്ചുങ്ങൾക്ക് അത് കൊടുത്ത് വിട്ടിട്ട് പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പോഹയാണ് ഉണ്ടാക്കിയത്. സൂസൻ പറയുന്ന പോലെ ചേച്ചി പിന്നെ ഞങ്ങളെ ഹിന്ദി പഠിപ്പിക്കും, കുറേ വേർഡുകൾ പറഞ്ഞ് എന്നാലും ചേച്ചി പോഹായ്ക്ക് പോഹയെന്നേ പറയത്തുള്ളൂ. എനിക്കങ്ങോട്ട് പോഹ എന്ന് പറയാനില്ല. അങ്ങോട്ട് ഞാൻ ഈ പോഹാന്നേ പറയത്തുള്ളൂ. അപ്പം ഞാനിച്ചിരി പിള്ളേർക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാനിച്ചിരി, ഞങ്ങൾക്ക് 3 മതിയല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി കപ്പലണ്ടിയൊക്കെ ഇട്ട് ജീരകവും കടുവും ഇട്ടിട്ട് ഇത്തിരി കപ്പലണ്ടി ഇട്ടൊന്ന് വറുത്തതിന് ശേഷം പിന്നെ കറിവേപ്പിലയും സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്, പച്ചമുളക്. എനിക്കിതിൻ്റെ അകത്ത് ഞാൻ ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഉടനെ അതിൻ്റെ അകത്ത് പച്ചമുളക് കാണുമല്ലേ, അത് ഞാനൊരു സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലെടുത്ത് വെക്കും. ഇന്ന് ഞാനിങ്ങനെ സെപ്പറേറ്റ് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. റീച്ചാൻ ചോദിച്ചു ഇതാ അക്ക ഈ പച്ചമുളക് എടുത്ത് വെച്ചാൽ. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ, റീച്ചാൻ പറഞ്ഞു ഇത്രയും പച്ചമുളക് നീ തിന്നുമോ? ഞാൻ പറഞ്ഞു റീച്ചാൽ അതിൻ്റെ ഇടയ്ക്കൊരു പച്ചമുളക് കൂടെ കടിക്കുമ്പോൾ നല്ല ഇതാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ആ പച്ചമുളകിൻ്റെ എരിവിൻ്റെ കൂടെ അങ്ങോട്ടൊരു ചൂട് കട്ടൻ കാപ്പിയും കൂടെ കുടിക്കണം. ആ എരിവും നമുക്കതങ്ങോട്ട് കുടിക്കാൻ പറ്റത്തില്ല എങ്കിലും വീണ്ടും നമുക്ക് ഒരു സിപ്പ് കൂടെ കുടിക്കാൻ തോന്നും. ആ ഒരു എരിവും ഈ ചൂട് കാപ്പിയും കൂടെ. അപ്പോൾ നാരങ്ങ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ഉപ്പ് നീരും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇപ്പം നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട്. റെഡി ആയില്ല, ഇനി മിക്സൊക്കെ ചെയ്ത് അറിയാൽ പഞ്ചസാര എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിട്ട് നമ്മുടെ ഷീല പറഞ്ഞായിരുന്നു, ബിജി ഞാൻ ചപ്പാത്തി പരത്തുമ്പം പുള്ളിക്കാരി ചപ്പാത്തി പരത്തുമ്പം അതങ്ങ് ഒട്ടിപ്പിടിക്കുമെന്ന്, ബിജി പരത്തുമ്പം ഒട്ടിപ്പിടിക്കുന്നില്ലല്ലോ എന്ന്. അത് നമ്മളിപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിൽ അങ്ങ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് മാവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ പൊടി ചേർത്ത് വേണം നമ്മൾ പരത്താനായിട്ട്. എന്നാൽ അത്ര കറക്റ്റ് ഇതിൽ ഒട്ടക്കാരൻ വന്നു. ഞാനിന്ന് ഇത്തിരി ലേറ്റായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അരിയൊക്കെ അരച്ച് വെച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അന്നേരം ഒട്ടിപ്പിടിക്കുന്നതനുസരിച്ച് ഇത്തിരി പൊടിയിൽ മുക്കിയാൽ മതി, അപ്പോൾ ശരിയാവും. അപ്പം ഞാൻ രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് മീനൊന്നും അന്നേരം കിട്ടുന്നില്ലായിരുന്നല്ലേ. അന്നേരം ഒരു അവിയലാവുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പക്ഷേ അവിയലിനുള്ള എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല. താഴെ ചെന്ന് ചോദിച്ചോണ്ടേ കൊച്ചുചേമ്പും ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഉള്ളതെല്ലാം കൂടി ഇട്ടെന്നാൽ ഒരു അവിയലുണ്ടാക്കാമെന്ന് വെച്ച്. അന്നേരം ഞാൻ ആ കഷ്ണങ്ങളൊക്കെ കുറച്ച് ഒന്ന് കുക്കറിൽ ഒരു വിസിലടിച്ച് പിന്നെ അതൊന്ന് ഇതിൻ്റെ അകത്ത് കോളിഫ്ലവറും എല്ലാം ഉണ്ട് കിട്ടിയ ഇത് ആക്ച്വലി സാമ്പാർ ഭാജി സാമ്പാറിന് കൊണ്ടുവന്ന പച്ചക്കറിയാണ്. അപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുകയേ ഈ ചേച്ചി എന്തോ ഈ കാണിച്ച് വെച്ചേന്ന്. എന്തോ ചെയ്യാൻ, അവിയലിൻ്റെ അരപ്പൊക്കെ ചേരുമ്പം ആ ഒരു മണം കൊണ്ട് പിള്ളേർക്ക് അതേലും ഇഷ്ടമാണ്. എനിക്കും ആ ഒരു മണം കൊണ്ട് സാമ്പാറിനേക്കായി ഇതാകുമ്പോൾ കുറേയും കൂടെ നല്ലതാണ്.
അപ്പം ഞാൻ തേങ്ങയൊക്കെ അരച്ച് അതിൻ്റെ അകത്ത് ആ സാമ്പാറിൻ്റെ അകത്തുള്ള കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അങ്ങ് അരിഞ്ഞ് ചേർത്തിട്ട് അരപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പൂടെ ഇട്ടിട്ട് അതൊന്ന് അവിടെ കിടന്ന് ഇച്ചിരി ഒന്ന് മസാല പിടിച്ച് വരട്ടെ. ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 27-ാം തീയതിയാണ്. 28 പ്രീസമ്മോൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന ദിവസം കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഒന്ന് വെളിയിലെങ്ങാനും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നേ, പക്ഷേ അത് ഞങ്ങൾ പറഞ്ഞു റീച്ചാനും ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പം സൺഡേയിലെങ്ങാനും കൊണ്ടുപോയി. ഇപ്പോൾ അവന് വയ്യാതെ ഇരിക്കുമല്ലേ. അപ്പം ഞാനൊന്നും അങ്ങനെ നോൺ വെജ് ഒന്നും വാങ്ങിക്കുന്നില്ല, കാരണം അവൻ കഴിക്കുന്നില്ല. അവന് ഇന്നിപ്പം വൈകിട്ട് വന്നിട്ടും ഉച്ചയ്ക്ക് വന്നിട്ട് അവന് ഇഷ്ടമുള്ളത് എന്തോ വേണമെന്ന് ചോദിച്ചിട്ട് ആഹാരം അങ്ങോട്ട് ആൾക്ക് അത്ര തൃപ്തി. ഇപ്പം നല്ല ഈ സമയമായിട്ട് വരെയും രാത്രിത്തെ ഫുഡ് ഞാൻ ഞാൻ വെച്ച് പിക്കിള് തരാം, അതും വേണ്ട, അവനൊന്നും വേണ്ട. എന്താ വേണമെന്ന് ചോദിച്ചിട്ട് അവനങ്ങോട്ട് വായിക്ക് രുചിയില്ല. എന്നാൽ ആപ്പിൾ കഴിക്കാൻ പറഞ്ഞാൽ ഇന്ന് ഞാൻ രാവിലെ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തു സ്കൂളിൽ. അത് തിരിച്ചിങ്ങ് കൊണ്ടുവന്നു. ഞാൻ ചിന്തിച്ച് സ്കൂളിലാകുമ്പം കഴിക്കുമെന്ന്. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എടുത്ത് ചോദിച്ചാൽ പറഞ്ഞു മമ്മി അതങ്ങ് ബാഗിൻ്റെ അടിയിലോട്ടങ്ങ് പോയി. കുഞ്ഞൊരു ഡബ്ബയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം കമൻറ്റിൽ അവന് വേണ്ടി ഇട്ട കമൻസൊക്കെ ഞാൻ അവനോട് പറഞ്ഞ്, ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ മോന് അസുഖം പെട്ടെന്ന് സുഖമാവട്ടെ, മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിയലൊക്കെ ഒന്ന് വെച്ചിട്ട് ഇനി ഈ കാബേജ് തോരനൂടെ വെക്കണം. അതുകൂടെ വെക്കുമ്പോഴത്തേക്കും റെഡിയാവും. അപ്പോൾ ഈ അവിയൽ വെച്ചതിൻ്റെ അന്നേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഞാൻ ഉണ്ടാക്കി വെച്ച അയലമീൻ ഇരിപ്പുണ്ടല്ലേ, അത് ഞാൻ നമ്മുടെ ഈ ഗ്യാസിൻ്റെ മണ്ടയിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് വെച്ച് ചുട്ട്, എനിക്ക് അന്നേരം നമ്മുടെ മനസ്സിലൊക്കെ ചില സമയത്ത് തോന്നുമല്ലോ ഇങ്ങനെ കഴിക്കണമെന്നൊരാഗ്രഹം. വറുത്തുമല്ല, ഞാനത് ചുട്ട് തിന്നു. അവിയലും ഉണക്കമീൻ ചുട്ടതുകൂടെ ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത് എനിക്ക് വെപ്രാളത്തിൽ മീൻസ് സമയം ഒത്തിരി അങ്ങ് ആയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അത്രയും ഒരു ദിവസത്തെയായിരുന്നു. ഇതിപ്പം പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഞാനൊരു ഉരുളൻകിഴങ്ങ് തോരൻ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തിരി ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല കേട്ടോ, 4-5 കൊച്ചിന് അസുഖം വരുന്നതിന് മുമ്പോട്ടുള്ള വീഡിയോയാണ്. ഈ ദിവസം ഞാൻ വീഡിയോ ചിലപ്പോൾ ഇടത്തില്ലല്ല, പിന്നെ സൺഡേ അങ്ങനെയൊക്കെ ആകുമ്പം വീഡിയോ പെൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ തലേന്നത്തെ വീഡിയോ എനിക്ക് ചിലപ്പോൾ ഇടാം. നേരത്തെ അങ്ങനെ ഇടാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ചില ദിവസങ്ങൾ ഇടാതിരിക്കുമ്പം ഇങ്ങനെ വീഡിയോ പെൻഡിങ് വരും. അപ്പോൾ ഞാൻ അന്ന് ഒരു ഉരുളൻകിഴങ്ങ് തോരൻ വെച്ചിട്ടൊന്ന് ചിക്കൻ വാങ്ങിച്ചായിരുന്നു. അപ്പം ഈ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ അന്ന് ഈ കൊച്ചിന് കുഴപ്പമില്ലായിരുന്നു. അവന് ഈ ചിക്കൻ, ഈ പിള്ളേർക്ക് രണ്ടിനും ചിക്കനാണ് ഇഷ്ടം ബീഫിനേക്കാൾ. അപ്പോൾ ലെഗ് പീസൊക്കെ 2 കട്ട് ചെയ്യാതെ ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവരാൻ. ഇടയ്ക്ക് ഞാൻ പറയാം അങ്ങ് കട്ട് ചെയ്യാമെന്ന്, പക്ഷേ ഇപ്രാവശ്യം ഇവനെ പ്രതി കട്ട് ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഇതൊന്ന് തോരൻ വെച്ചിട്ട് ചിക്കനൊക്കെ ഞാൻ കഴുകി വാരിയെടുത്തായിരുന്നു, ഇച്ചിരി ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട്. അപ്പോൾ ആ ജനലിൻ്റെ അവിടെ ഒരു സോപ്പിൻ്റെ അകത്ത് ഇങ്ങനെ കമ്പ് കുത്തി ഇരിക്കുന്ന എന്തുവാണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ല, ഈ ജനൽ തുറക്കുന്ന ഉടനെ ഈച്ചകൾ വരുമെന്ന്. ഈച്ചകളല്ല, 1-2 ഈച്ച വന്നാൽ എനിക്കങ്ങ് പ്രാന്ത്, അതിങ്ങനെ ഓടി നടക്കും. എത്ര ബാറ്റും കൊണ്ട് നടന്നാലും ഇതിനെ കിട്ടത്തില്ല. അപ്പം ഞാൻ അവിടെ ഈ ഒരു തിരി കത്തിച്ച് വെക്കും. അന്നേരം അതിൻ്റെ ആ ഇതുകൊണ്ട് ഇങ്ങോട്ട് കയറത്തില്ല ജനൽ. എത്രമാത്രം നമ്മൾ ജനൽ തുറക്കാതിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ആ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചേക്കും, ആ സോപ്പിൻ്റെ അകത്ത് കുത്തി. അപ്പം ഞാൻ ചീനച്ചട്ടിയും പോട്ടെ, ഉരുളി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ടില്ല, കറിവേപ്പില ഇട്ട് പൊട്ടിച്ച്, പിന്നെ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് വഴറ്റി അതിൻ്റെ കളറൊന്ന് പോയണേ. സവാള ഒരു 6-7 സവാളയുണ്ട്. ഇതൊരു 2 കിലോ ചിക്കനുണ്ട്. നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പം മുഴുവനേ ഉള്ള ചിക്കനായിട്ടല്ല, ഈ ഒരു കോഴിയല്ല വാങ്ങിക്കുന്നത്. അതിൻ്റെ ആ കഴുത്തും ഇപ്പം ഞങ്ങൾ കഴുത്ത് വാങ്ങിക്കും. ഇവിടെ ഈ പ്രൈസിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കൂടുതലും നമ്മൾ മാംസമുള്ള ഭാഗം, മട്ടൺ ടൈപ്പ്, അങ്ങനെ ആ ടൈപ്പ് അവിടെ വാങ്ങിക്കുക. അവിടെയും പിന്നെ ബോൺലെസ് 1/2 കിലോയും വാങ്ങിക്കും. അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 കിലോ ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലാതെയും ചേർത്ത്. ഇപ്പം ഇഞ്ചിക്ക് വിലയല്ലേ, അപ്പോൾ ഞാൻ നേരത്തെ ഇത് വില കുറഞ്ഞ സമയത്ത് അരച്ച് വെച്ചിരുന്ന ഒരു 1-2 കിലോ ഇഞ്ചി. അപ്പോൾ അതാണ് ഇപ്പോൾ എടുത്ത് ഇങ്ങനെ ചിക്കനും അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പേസ്റ്റ് ചേർക്കത്തക്ക വിധത്തിലുള്ളപ്പം അത് ചേർക്കാം. അല്ലാതെ ഫ്രഷ് ചേർക്കേണ്ടിയപ്പം
ഇച്ചിരി എമർജൻസിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഇവിടെ നിന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതിലേക്ക് 1, 2, 3, 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിപ്പോൾ കാശ്മീരി ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മിക്സ് മുളക് പൊടി, അത് ഇത്തിരി എരിവുള്ള മിക്സ്, അത് 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ, അത് അത്ര ഒത്തിരി നിറച്ചെടുത്തിട്ടില്ലേ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരാളവിടെ കുളിക്കുക, അതായി സൗണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. അപ്പം മസാലയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റേലും എടുത്ത് ഞാൻ ചെയ്തു. ഇതിലേക്ക് ഇതിലൊരു 2-3 ഉരുളൻകിഴങ്ങും ചേർക്കുന്നുണ്ട്. അതിൽ ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ പൊടിയായിട്ട് പറഞ്ഞാൽ ചെറിയ പീസായിട്ട് അരിഞ്ഞു. കാരണം അതൊന്ന് വെന്തങ്ങ് ഉടഞ്ഞാലും സാരമില്ല, നമ്മുടെ ചാറിന് കൊഴുപ്പ് കിട്ടും. ഉണ്ട് ഇങ്ങനെ. ചിക്കൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് വെച്ചതാണ്. ഞാൻ ഈ ലെഗ് പീസ് ഉണ്ടല്ലേ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞേ ഇടുന്നുള്ളൂ. കാരണം അതങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്നു ഇളക്കുമ്പോഴൊക്കെ. ആ കാലിൻ്റെ അകത്ത് പിടിക്കത്തില്ലേ, അവിടെ നിന്നൊക്കെ അങ്ങ് മാംസം അങ്ങ് വെന്ത് പോവും. അവസാനം ആ മുട്ടത്തിൻ്റെ അവിടെ മാത്രമുള്ള മാംസമേ കിട്ടത്തുള്ളൂ. ഇവൻ അന്നേരം പിടിച്ച് തിന്നാൻ ഇവൻ അവിടെ കൂടെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചത്. അപ്പോൾ ഇതെല്ലാം ഇട്ടുണ്ടേ പൊടിയൊക്കെ അങ്ങ് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്ക് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇതും കൊണ്ട് ഇളക്കാം. അപ്പം നന്നായി ഇളക്കി അതവിടെ കിടന്നൊന്ന് ഇച്ചിരി ഒന്ന് തിള വരട്ടെ, ഒരു തിള വരട്ടെ. ഉപ്പിട്ടില്ല. അന്നേരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് ആ കാലിട്ട് കൊടുക്കുകയാണ് കേട്ടോ, ചിക്കൻ കാല്. ഇപ്പം നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇനി സ്റ്റീൽ തവിയും കൊണ്ട് ഇളക്കുന്നില്ല, നമ്മുടെ ഈ ഉടൻ്റെ ഇതും കൊണ്ടൊന്ന് ചെയ്തിട്ട് അവിടെ കിടന്ന് കുറേയും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം നല്ല കുറേയും കൂടെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വെന്തിട്ടില്ല കേട്ടോ. പിന്നെ ചിക്കനൊക്കെ വെന്തായിരുന്നു. ഞാൻ തീ ഓഫാക്കി കുറച്ച് നേരമായി ഞാനിതിങ്ങോട്ട് വെളിയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ നിന്ന്. അപ്പോൾ ഇതിൽ ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി ഇത് കുറച്ചുകൂടെ തണുക്കുമ്പം അതിലെ വെള്ളം കുറേയും കൂടെ അങ്ങ് വറ്റിക്കോളും, നല്ല ഒരു തിക്ക് വരുവാകും. അതെനിക്ക് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.